എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ഡെക്കാർട്ട് പറഞ്ഞ കുജിത്തോ എർഗോസ് അല്ലെങ്കിൽ ഐ തിങ്ക് ദെയർഫോർ ഐ എക്സിസ്റ്റ്? ഐ തിങ്ക് ദെയർഫോർ ഐ എക്സിസ്റ്റ്. ഞാൻ ചിന്തിക്കുന്നു, അതിനാൽ ഞാൻ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ഒരു ഫിലോസഫിക്കൽ കൺക്ലൂഷൻ ആണ് ഇത്. ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ഇതിലേക്ക്, ആ ഒരു കൺക്ലൂഷനിലേക്ക് എന്താണ് അദ്ദേഹത്തെ എത്തിച്ചേർന്നത്? അതായത് അദ്ദേഹത്തിന് വന്നുകൊണ്ടിരുന്ന ഒരു ഡെലൂഷൻ, ഇപ്പോൾ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഒരു ഡെലൂഷൻ പോലുള്ള ഒരു കാര്യമായിരുന്നു. അതായത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു തോന്നൽ ആയിരുന്നു. അതായത് എപ്പോഴും അദ്ദേഹം ഒരു ഫയറിന്റെ അടുത്ത് ഇരിക്കുന്നതായിട്ടും ആ ഫയറിന്റെ ഫ്ലെയിം ചൂട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നതായിട്ടുമുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് കൂടെ കൂടെ വരുമായിരുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. അപ്പോ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ ചിന്തകളെ ഡൗട്ട് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഇതിനെ ഭയങ്കരമായിട്ട് ഡൗട്ട് ചെയ്തു. ഇത് എന്തുകൊണ്ടാണ് ഈ ചിന്ത വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഇല്ലെങ്കിൽ കൂടി ഈ ചിന്ത എന്തുകൊണ്ട് എന്നെ ബാധിക്കുന്നു എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എത്തിയ വേറൊരു കൺക്ലൂഷനാണ്, അല്ലെങ്കിൽ ഈ ഒരു ഫേമസ് ഡിക്റ്റും അല്ലെങ്കിൽ ഒരു ഫേമസ് കൺക്ലൂഷനാണ്, ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ചിന്ത വരുന്നത് എന്നുള്ള ഒരു കൺക്ലൂഷൻ. ഈ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ചിന്ത വരുന്നത്. അതുകൊണ്ട് തന്നെ ചിന്തിക്കുന്ന ഞാനുണ്ട് എന്നൊരു കൺക്ലൂഷനിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. there is an I, there is a person, there is a self which thinks എന്നാണ് അദ്ദേഹം കണ്ടെത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മെയിനായിട്ട് ഫിലോസഫിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഫിലോസഫിയെ നമുക്ക് രണ്ട് രീതിയിലുള്ള വഴിത്താരകളിലേക്ക് തിരിക്കാനായിട്ട് പറ്റും. ഒരു വഴിത്താര എന്ന് പറയുന്നത് റാഷണലിസം എന്നാണ് അറിയപ്പെടുന്നത്. വേറൊരു വഴിത്താരയെ എംപിരിസിസം എന്നാണ് പറയപ്പെടുന്നത്. റാഷണലിസ്റ്റ് കൂടുതൽ തോട്ട്സിനെയും ഐഡിയാസിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ എംപിരിസിസ്റ്റുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ എക്സ്പീരിയൻസുകളെ കൊണ്ടാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോ ഈ റാഷണലിസ്റ്റുകളാണ് കൂടുതൽ പറയുന്നത് ചിന്തിക്കുന്ന ഞാനുണ്ട് എന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു ട്രീയുടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. ഇപ്പൊ നമ്മുടെ മുന്നിൽ നമ്മളൊരു ട്രീയെ കാണുകയാണ്. അപ്പോ ഒരു റാഷണലിസ്റ്റും എംപിരിസിസ്റ്റുമാണ് ഈ ട്രീയെ കാണുന്നതെന്ന് വിചാരിക്കുക. ഒരു വ്യക്തി റാഷണലിസ്റ്റും ഒരു വ്യക്തി എംപിരിസിസ്റ്റും ആണെന്ന് വിചാരിക്കാം. റാഷണലിസ്റ്റ് പറയുക, ഈ ട്രീ ഞാൻ കാണുന്നത് ഞാൻ എന്ന വ്യക്തി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ട്രീയെ കാണുന്നതെന്ന് ഒരു റാഷണലിസ്റ്റ് പറയുകയാണെങ്കിൽ, ഒരു എംപിരിസിസ്റ്റ് പറയുന്നത് ആ ട്രീ ഞാൻ അവിടെ ഇല്ലെങ്കിലും ആ ട്രീ അവിടെ ഉണ്ടായിരിക്കും എന്നാണ് ഒരു എംപിരിസിസ്റ്റ് പറയുന്നത്. നമുക്ക് കുറച്ച് വട്ടായിട്ട് തോന്നാം, എന്നാലും ഇങ്ങനെയാണ് അത് അഭിപ്രായപ്പെടുന്നത്. അപ്പോ റാഷണലിസ്റ്റിന്റെ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് പറ്റുന്നത്. പക്ഷെ ഒരു എംപിരിസിസ്റ്റ് പറയുന്നത്, ഞാൻ ഈ ലോകത്ത് ഇല്ലെങ്കിൽ കൂടി ഈ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ എക്സ്പീരിയൻസുകളിലേക്ക് വരാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ എക്സ്പീരിയൻസുകൾ, നമുക്ക് പലതരം എക്സ്പീരിയൻസുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. ഈ എക്സ്പീരിയൻസസ് എല്ലാം വരുന്നത് ഒരു സെൻസേഷൻ വഴിയാണ്. നമുക്ക് എംപിരിസിസ്റ്റിന്റെ വ്യൂ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ ഈ എക്സ്പീരിയൻസുകൾ എല്ലാം തന്നെ നമ്മുടെ ലൈഫിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണ്. ഈ എക്സ്പീരിയൻസുകളാണ് നമ്മളെ ഉണ്ടാക്കുന്നത് എന്നാണ് എംപിരിസിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. പക്ഷെ റാഷണലിസ്റ്റുകൾ പറയുന്നത് ഈ എക്സ്പീരിയൻസുകളെല്ലാം ഉണ്ടാകുന്നത് ഈ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഞാൻ ഉള്ളത് കൊണ്ടാണ് ഈ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് എന്നാണ് റാഷണലിസ്റ്റുകൾ പറയുന്നത്. ഓക്കെ, എന്തൊക്കെ തന്നെയായാലും എന്താണ് ഈ ഞാൻ? നമുക്ക് റാഷണലിസ്റ്റുകളിലേക്ക് വരാം, അല്ലെങ്കിൽ നമുക്ക് ഡെക്കാർട്ടിന്റെ ഫേമസ് ഡിക്റ്റത്തിലേക്ക് വരാം, ഐ തിങ്ക് ദെയർഫോർ ഐ എക്സിസ്റ്റ്. അപ്പോൾ എന്താണ് ഈ ഞാൻ? ഓക്കെ, ദർ ആർ സോ മെനി എലമെന്റ്സ് ഇൻ ദ ഗിവൺ എൻവിറോൺമെന്റ്. നമ്മൾ ജീവിക്കുന്ന എൻവിറോൺമെന്റുകൾ, നമുക്ക് ചുറ്റുപാടുകളിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ ചിന്ത ഉപയോഗിച്ചാണ് നമ്മൾ പല കാര്യങ്ങളും കണ്ടെത്തിയത്. മനുഷ്യരാശി, ഐ മീൻസ് ദ എൻറ്റയർ ഹ്യൂമാനിറ്റി, ഈ ഒരു എൻറ്റയർ ഹ്യൂമാനിറ്റി കണ്ടെത്തിയത് പല ശാസ്ത്രങ്ങളിലൂടെയും പല കാര്യങ്ങളിലൂടെയും ഇന്ന് വരെ എത്തി നിൽക്കുന്ന നമ്മൾ മനുഷ്യരാശി പല കാര്യങ്ങളും കണ്ടെത്തിയത് നമുക്കുണ്ടായ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി വെച്ചാണ്.
വെച്ചാണ്, ആ ചിന്തയുടെ കപ്പാസിറ്റി വെച്ചാണ്, നമ്മുടെ ഗിവൺ എൻവിറോൺമെന്റുകളിലുള്ള എല്ലാ കാര്യങ്ങളിലും ഉപയോഗിച്ച് ചില തത്വങ്ങളെ ആശ്രയിച്ച് ഒക്കെ നമ്മൾ പല കാര്യങ്ങൾ കണ്ടെത്തി എന്നുള്ളത് വളരെയധികം നമ്മുടെ മാനവരാശിയുടെ നേട്ടം തന്നെയായിട്ട് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ ഇതെല്ലാം ഒരു റാഷണലിസത്തിന്റെയും എംപിരിസിസത്തിന്റെയും ഒരു കൾമിനേഷൻ എന്ന രീതിയിലാണ് കാര്യങ്ങൾ എല്ലാം മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ എക്സ്പീരിയൻസുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗിവൺ എൻവിറോൺമെന്റ് ഉണ്ട് നമ്മുടെ മുന്നിൽ. ആ ഒരു ഗിവൺ എൻവിറോൺമെന്റിനെ നമ്മൾ ആ ഗിവൺ എൻവിറോൺമെന്റിനെ ഉപയോഗിച്ച് പല കാര്യങ്ങൾ ചിന്തിച്ച് ഉണ്ടാക്കിയെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു ചിന്തിക്കുന്ന ഐ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ചിന്തിക്കുന്ന ഐ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻവെൻഷൻസ് അല്ലെങ്കിൽ കുറെ പുരോഗമന കാര്യങ്ങൾ ചെയ്യുന്ന ഐ മാത്രമാണോ, അല്ലെങ്കിൽ ഈ ഡെക്കാർട്ട് പറയുന്ന ഈ ഐക്ക് വേറൊരു രൂപം കൂടി ഉണ്ടോ? ഈ ഐ തന്നെയാണോ നമ്മുടെ കോൺഷ്യസ്നസ്? ഓക്കെ, ഈ ഐ ഒരു ഹയർ ലെവലിലേക്ക് എത്തിച്ചേരുമ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു കോൺഷ്യസ്നസ് എന്ന് വിളിക്കാം. അതൊരു കോൺഷ്യസ്നസ് ആയിട്ട് മാറുന്നു. ഈ കോൺഷ്യസ്നസ് ഈ നോട്ട് ഓൺലി എ സിംഗിൾ കോൺഷ്യസ്നസ്, അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ സ്പിരിച്വൽ ട്രഡീഷൻ, ഇറ്റ് ഈസ് ഓൾസോ എ ഷെയർഡ് കോൺഷ്യസ്നസ്. ഒരു ആത്മബ്രഹ്മ സംയോഗമായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഓൾ ഹ്യൂമൻസ് ഷെയർ ചെയ്യുന്ന ഒരു ഹ്യൂമൻ കോൺഷ്യസ്നസ് ആയിട്ടോ ഒക്കെ നമുക്ക് ഈ കോൺഷ്യസ്നസിനെ കാണാനായിട്ട് സാധിക്കും. ഈ കോൺഷ്യസ്നസിലേക്ക് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇപ്പൊ നമ്മൾ നമ്മുടെ ആ ഐനെ ഉപയോഗിച്ച് കുറെ കാര്യങ്ങൾ, നമ്മുടെ ചിന്തകളെ ഉപയോഗിച്ച് കുറെ കാര്യങ്ങൾ കണ്ടെത്തി. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹയർ ലെവലിലുള്ള ഈ കോൺഷ്യസ്നെസ്സിനെ ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം കണ്ടെത്താനായിട്ട് സാധിക്കും? അതെ, ഈ കോൺഷ്യസ്നസ് ആണ് നമുക്ക് കൂടുതൽ സെൽഫ് നോളജ് തരുന്നത്. നമ്മളെ കുറിച്ച് തന്നെയുള്ള അറിവാണ് ഈ കോൺഷ്യസ്നസ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ എന്താണ് ഈ കോൺഷ്യസ്നസിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഹയർ ഫോം ഓഫ് ഐയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ഈ ഹയർ ഫോം ഓഫ് ഐ looks into our own experiences, our own past experiences and present experience, and trying to integrate between or accept between these two experiences or integrate past and present. നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ അർത്ഥം കണ്ടെത്താനായിട്ട് പറ്റാതിരിക്കുന്നത് നമ്മുടെ പാസ്റ്റിനെയും പ്രസന്റിനെയും തമ്മിൽ നമുക്ക് കൂട്ടിമുട്ടിക്കാൻ പറ്റാതാവുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പാസ്റ്റിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. പാസ്റ്റിൽ ഇന്ത്യൻ എക്സ്പീരിയൻസുകൾ ഉണ്ടായി, അപ്പോൾ ആ എക്സ്പീരിയൻസിന്റെ ബേസിൽ ഞാൻ എന്നെ ലേബൽ ചെയ്യാണ്, ഗുഡായിട്ടോ ബാഡായിട്ടോ, അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ അങ്ങനെ ബാഡായിട്ടോ ഗുഡായിട്ടോ നമ്മൾ ലേബൽ ചെയ്യുന്നു. അപ്പൊ ഇത് കാരണം കൊണ്ട് നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രസന്റിനെ ഫോക്കസ് ചെയ്ത് ഫ്യൂച്ചറിലേക്ക് നീങ്ങാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു ഹയർ കോൺഷ്യസ്നസ് ഓഫ് ഐ ഉണ്ടെങ്കിൽ ഈ ഐ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിലേക്ക് ഒന്നുകൂടെ കടന്നു ചെന്നുകൊണ്ട് അതിലേക്ക് കൂടുതൽ വെളിച്ചം വീശി നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട്, നമ്മളെ തന്നെ അംഗീകരിക്കാനായിട്ട്, ആ ഒരു പർട്ടിക്കുലർ എക്സ്പീരിയൻസിനെ വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് അതിനെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രസന്റിലേക്ക് വന്ന് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് പോകാനായിട്ട് ഈ ഒരു കോൺഷ്യസ്നസ് നമ്മളെ സഹായിക്കും. സോ ഈ ഒരു കോൺഷ്യസ്നെസ്സിനെ നമ്മൾ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് വഴിയായിട്ട് അത് നമ്മുടെ ഇൻട്രാ പേഴ്സണൽ നോളജും വർദ്ധിക്കുകയും ഇന്റർപേഴ്സണൽ നോളജ്, മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ റിലേഷൻ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നു. സോ നമുക്ക് നമ്മുടെ ഈ ഒരു ഐനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഡെയിലി റിഫ്ലക്ഷൻസിലൂടെയും ഡെയിലി റീഡിങ്ങിലൂടെയും മെഡിറ്റേഷനിലൂടെയും നമ്മുടെ ഈ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിനെ, ഈ ഒരു ഹയർ ഐയെ കണ്ടെത്തി നമ്മുടെ സെൽഫ് നോളജിനെ വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ളവരുടെ ലൈഫിലും നമ്മുടെ ലൈഫിൽ ആദ്യവും അതോടൊപ്പം മറ്റുള്ളവരുടെ ലൈഫിലും ഒരു ലൈറ്റ് ആയിട്ട് മാറാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.